അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തൊന്നും ഒത്തിരി കിടക്കാൻ പാടില്ല. നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന, നമ്മൾ അർപ്പിക്കുന്ന ബലിയർപ്പണങ്ങൾ, ജപമാലകൾ, പ്രായശ്ചിത്തം, പരിഹാരം, ഇതെല്ലാം ശുദ്ധീകരണ സ്ഥലത്ത് ഒഴിവാക്കാൻ സഹായിക്കും. ആ കൂട്ടത്തിൽ ചില പുണ്യങ്ങൾ അഭ്യസിക്കണം. അതിനാണ് ഈ പ്രഭാഷണങ്ങൾ. മനസ്സിലാവുന്നോ? അതായത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തുറക്കപ്പെടും. ഞാൻ ഈ പറഞ്ഞ വഴികളെല്ലാം ചെയ്തു, നിങ്ങളുടെ തടസ്സങ്ങൾ മാറും, ഉറപ്പല്ലേ? എന്നാൽ അത് മാത്രം പോരാ. തലവേദനയും നടുവേദനയും മാത്രം മാറിയാൽ പോരാ. നിത്യതയിൽ ഇനി വേറൊരു കാര്യം നിങ്ങൾ കേൾക്കണോ? സ്വർഗത്തിൽ വലിപ്പച്ചെറുപ്പമുണ്ടോ? സ്വർഗത്തിൽ ചെല്ലുമ്പോ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാര്, IAS ഓഫീസേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗരാജ്യത്തിലെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഞാനീ പറഞ്ഞ നിയമങ്ങൾ അനുസരിക്കുകയോ അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഒരു കാര്യം ഉറപ്പിച്ചോണം, സ്വർഗരാജ്യത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിന് ശേഷമുള്ള പുതിയ ആകാശം, പുതിയ ഭൂമി, അവിടെ വലിയവരും ചെറിയവരും ഉണ്ട്. കേട്ടോണം. ആരെ വലിയവരെന്നറിയാമോ? ഏറ്റവും നന്നായി സ്നേഹപൂർണത പ്രാപിച്ചവര് ഏറ്റവും മുകളിൽ, വിശുദ്ധിയിലും പുണ്യത്തിലും ജീവിച്ചിരുന്ന കാലത്ത് അത്രയും വളരാത്തവര് താഴെ. നരകത്തിലൊന്നും പോത്തില്ല, കിടക്കവിടെ, പക്ഷെ അടിയിലൊക്കെ ആയിരിക്കും. പിന്നെ എനിക്കൊരു സന്തോഷമുള്ളത്, നിങ്ങളൊക്കെ അവിടെ കാണുമല്ലോ, യൂട്യൂബിൽ കണ്ടവരല്ല അവിടെ കാണുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. ഞാനിങ്ങനെ താഴെ കിടക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞതും ഇന്നിനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സത്യത്തിൽ നമ്മളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യരായി തീരാൻ സഹായിക്കും. ആ കൂട്ടത്തിൽ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാകും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഇന്നലെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, മോവാബ് സമതലത്തിൽ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ജനം. മോവാബ് സമതലത്തിൽ എത്തിയപ്പോൾ അവരെ ശപിക്കാനായി ഒരു ദുർമന്ത്രവാദി വന്നു. ആ മന്ത്രവാദിയുടെ പേരാണ് ബാലാം എന്നവരെ ശപിക്കാൻ നോക്കിയെങ്കിലും ആ ശാപം ദൈവം അനുഗ്രഹമാക്കി മാറ്റി. ആ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി കൺവേർട്ട് ചെയ്തു. ഈ മോവാബ് സമതലത്തിൽ എത്താൻ അവരെടുത്ത സമയം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എത്ര വർഷമാണ്? 38 വർഷം. 11 ദിവസം യാത്ര ചെയ്ത് അവരെത്തിയ സ്ഥലത്തിന്റെ പേരാണ് കാദേശ് ബർണയ. കാദേശ് ബർണയയിൽ നിന്ന് മോവാബ് സമതലം വരെ യാത്ര ചെയ്യാൻ അവർ അലഞ്ഞു തിരിഞ്ഞ വർഷത്തിന്റെ കണക്കാണ് 38 വർഷം. അങ്ങനെ 38 വർഷം ഈ ജനത അലഞ്ഞു തിരിഞ്ഞതിന് ബൈബിളിൽ ഏതാണ്ട് 4-5 കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വേഗത്തിൽ അത് പഠിക്കാൻ പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ്. ഇത് ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാകാൻ സഹായിക്കും. ഈ ജീവിതയാത്രയിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അനുരൂപപ്പെട്ട മനുഷ്യരായി മാറാൻ നമ്മളെ ഇത് സഹായിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ 12-ാമത്തെ അധ്യായം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ കയ്യിലെ ബൈബിളിൽ നമ്പേഴ്സ് ചാപ്റ്റർ 12 11 എടുക്കുക. ചാപ്റ്റർ 11 സംഖ്യ 11 എടുക്കുക. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 1 ഓൺവേർഡ്സ് വായിക്കാം. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഗ്രംബ്ലിംഗ്, പിറുപിറുപ്പ്. ഈ ജനത 38 കൊല്ലം അലഞ്ഞു തിരിഞ്ഞതിന്റെ കാരണം ഇതെന്ത് പ്രധാനപ്പെട്ടെന്നറിയാമോ? ഇത് ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചു.
നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇപ്പം ഞാൻ എവിടെ എത്തിച്ചേരണമെന്നത് ദൈവത്തിന് കൃത്യമായ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും. എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ കർത്താവ് വചനം പഠിപ്പിക്കാൻ ഒരു നിയോഗം എനിക്ക് തന്നിരിക്കുന്നു. ഇത് തീർന്നിട്ടില്ല, എൻ്റെ നിയോഗം അവസാനിച്ചിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഐ ആം ഓൺ ദ വേ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക, ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ അതിനെ ഒരു ഉദ്ദേശമായിട്ട് എടുത്താൽ അതിനുവേണ്ടിയായിരുന്നു ദൈവം എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും ഒരുക്കിയത്. അതിന് ചേർന്ന വിധത്തിൽ, അതിനെ സഹായിക്കത്തക്ക വിധത്തിൽ എല്ലാ സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കി. അപ്പോൾ ഈ സാഹചര്യങ്ങളിലേക്ക് എത്താൻ ശ്രദ്ധിക്കണം. ഈ സാഹചര്യങ്ങളിലേക്ക് എത്താൻ ദൈവം ചില കാര്യങ്ങൾ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ഞാൻ ഇവിടേക്ക് എത്താതിരിക്കാൻ പിശാചും ചില കാര്യങ്ങൾ ഒരുക്കി വരുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. അന്ന് പല കാര്യങ്ങളും മനസ്സിലായിരുന്നില്ല. ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് എൻ്റെ ജീവിതത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ ഞാൻ ഈ വഴിക്ക് എത്താതിരിക്കാൻ പിശാചൊരുക്കിയ വഴികളും എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പൊ ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട്, പാരലലായിട്ട് സഞ്ചരിക്കുകയാണ്. കർത്താവ് നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പിശാച് നമ്മൾ ഒരിക്കലും അവിടെ എത്താതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ജോസഫിനെ ദൈവം എന്തിനാണ് ഈജിപ്തിലേക്ക് അയച്ചത്? ജോസഫിനെ ഈജിപ്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ജോസഫിന്റെ ഈജിപ്തിലെ ജീവിത നിയോഗം എന്താണ്? അതായത് അദ്ദേഹത്തിന്റെ അപ്പനും സഹോദരന്മാർക്കും ഭക്ഷണമില്ലാതെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം പട്ടിണി കിടന്ന് നശിക്കാൻ സാധ്യതയുണ്ട്. ആ കാലഘട്ടത്തിൽ ആകെ കൂടി ലോകത്ത് ഭക്ഷണം ലഭ്യമാകുന്നത്, അവർ ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ ആഹാരം ലഭ്യമാകുന്നത് എവിടാണ്? ഈജിപ്തിലാണ്. അപ്പോൾ ഈജിപ്തിൽ ഇവർക്ക് ആഹാരം കിട്ടണമെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈജിപ്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഇവരുടെ സ്വന്തം സഹോദരനെ, അതും ഒരുപാട് കരുണയും സ്നേഹവും ഹൃദയത്തിൽ അലിവുമുള്ള അവരുടെ സഹോദരനെ ദൈവം ഈജിപ്തിലേക്ക് അയച്ചു. അതിന് ഈ സഹോദരങ്ങളൊക്കെ ഒരു കാരണമായി. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കാം. അങ്ങനെ ഈജിപ്തിലേക്ക് ജോസഫ് എത്തി. ജോസഫ് പൊത്തിഫാറിന്റെ വീട്ടിൽ ജോലിക്കാരനായി നിൽക്കുകയാണ്. അങ്ങനെ ജോലിക്കാരനായി തുടരുമ്പോൾ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ പൊത്തിഫാറിന്റെ പ്രിയപ്പെട്ട സേവകനായി ഈ ജോസഫ് മാറുമ്പോൾ ഏതാനും നാളുകൾക്കുള്ളിൽ പൊത്തിഫാർ രാജാവിന്റെ അടുത്ത് ജോസഫിനെ കുറിച്ച് പറയും. ജോസഫിനെ രാജാവ് വിളിക്കും. രാജാവിനൊരു സ്വപ്നം ഉണ്ടാവും. ജോസഫ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കും. അങ്ങനെ ജോസഫ് രാജകൊട്ടാരത്തിലെത്തും. ഇതാണ് ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ. എന്നാൽ അതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ പൊത്തിഫാറിന്റെ ഭാര്യയുടെ രൂപത്തിൽ പിശാച് അവതരിച്ചു. എന്നെ ശ്രദ്ധിക്കണം. പൊത്തിഫാറിന്റെ ഭാര്യ ജോസഫ് എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആരും അറിയില്ല, ലോകത്തൊരു കുഞ്ഞുപോലെ അറിയില്ല, പൊത്തിഫാറിന്റെ കണ്ണിൽ പെടില്ല. ഈജിപ്തിൽ ഇത്തരം സംഭവങ്ങൾ സാധാരണമാണ്. അവിഹിത ബന്ധങ്ങൾ, ദാമ്പത്യേതര ബന്ധങ്ങൾ ഈജിപ്തിൽ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ജോസഫ്, ആരും അറിയില്ല, ഞാനും നീ മാത്രമേ അറിയൂ, നമുക്ക് രഹസ്യമായിട്ട് ഈ ബന്ധം തുടരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, സ്വന്തക്കാരില്ല, അപ്പന്റെ സ്നേഹമില്ല, ജീവിതത്തിൽ കിട്ടിയത് മുഴുവൻ തിക്താനുഭവം, നല്ലതെന്ന് പറയാൻ ജീവിതത്തിൽ ഒരു ഓർമ്മയില്ല. എല്ലാം കൊണ്ടും മുറിക്കപ്പെട്ട, തകർക്കപ്പെട്ട, നശിപ്പിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന് വേണമെങ്കിൽ ചിന്തിക്കാം, ഒരിത്തിരി സ്നേഹത്തിന്റെ കാറ്റ് വീശുമ്പോ, ഒരു സ്നേഹത്തിന്റെ തരി, ഒരു കിരണം ഇങ്ങോട്ട് അടിക്കുമ്പോ എന്തിനാ ഞാനത് വേണ്ടെന്ന് പറഞ്ഞത്? ജീവിതത്തിൽ ഇന്ന് വരെ സ്നേഹം കിട്ടിയിട്ടില്ല. 13 കൊല്ലം വേട്ടയാടപ്പെട്ട ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് വേണമെങ്കിൽ ചിന്തിക്കാം, ഒരു സ്ത്രീ എനിക്ക് സ്നേഹം തരികയാണ്, എനിക്കത് സ്വീകരിച്ചൂടെ? ചിന്തിക്കുമ്പോ ഇവൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ 1000 കാരണങ്ങളുണ്ടാവും. ഇവൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഇവൻ 1000 കാരണം ഉണ്ടാവും.
ഓരോ തെറ്റായ ബന്ധങ്ങളിൽ പോയി പെട്ട് ഒടുവിൽ കുറ്റബോധങ്ങളുമായി തിരിച്ചു വന്ന അനേകം ആളുകൾ എൻ്റെ അടുത്ത് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ നശിച്ചു പോയത്. ഭർത്താവിന് സ്നേഹം കിട്ടിയില്ല, വീടിനകത്ത് എല്ലാ ദിവസവും പീഡനം, ഒരൊറ്റ സമാധാനം ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഫീസിൽ ഒരാള് സ്നേഹത്തോടെ സംസാരിക്കുന്നത്, എന്നെ മനസ്സിലാക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നത്. എത്രയോ അനുഭവങ്ങൾ. അന്നേരമാണ് എനിക്ക് വൈഫിന് എന്നെ മനസ്സിലാക്കാനേ പറ്റിയിട്ടില്ല, കുറ്റപ്പെടുത്തലും പരാതിയും പരിഭവം മാത്രമേ ഉള്ളൂ. അന്നേരമാണ് സ്നേഹത്തോടെ മറ്റൊരു സ്ത്രീ സംസാരിച്ചത്. അപ്പൊ അടുത്തു പോയി. ഭാര്യയിൽ നിന്ന് കിട്ടാത്തത് അവരിൽ നിന്ന് കിട്ടി, ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് അയാളിൽ നിന്ന് കിട്ടി, വീണുപോയി. ശ്രദ്ധിക്കണേ, ഇത് ജോസഫൻ ഇങ്ങനെയൊക്കെ വെച്ച് ഈ ന്യായീകരണങ്ങൾ വെച്ച് ചിന്തിച്ചാൽ ജോസഫിന് വീണു പോകാൻ ആയിരക്കണക്കിന് സാഹചര്യങ്ങളുണ്ട്. പിശാചിന്റെ കെണിയാണ്. അതായത് നീ എത്തേണ്ടടുത്ത് എത്താതിരിക്കാൻ പിശാച് എല്ലാ വഴികളും പ്രയോഗിക്കും. എല്ലാ വഴികളും, നീ എത്തേണ്ടടുത്ത് എത്താതിരിക്കാൻ എല്ലാ വഴികളും പ്രയോഗിക്കും. അങ്ങനെ സകല വഴികളും പ്രയോഗിച്ച് പിശാച് ജോസഫിന്റെ അടുത്ത് പോത്തിഫറിന്റെ ഭാര്യയുടെ രൂപത്തിൽ വന്നു. ജോസഫ് ഇതിൽ വീണുപോയി എന്ന് വിചാരിക്കുക. ജോസഫ് അതിൽ വീണുപോയെന്ന് വെച്ചു, എന്തെങ്കിലും ഒരിക്കൽ പോത്തിഫർ ഇത് കണ്ടുപിടിക്കും. അന്ന് ജോസഫ് തീരും. ജോസഫിലൂടെയുള്ള ദൈവിക പദ്ധതി അവിടെ അവസാനിക്കും. അല്ലെങ്കിൽ ഒരിക്കലും പോത്തിഫർ ഇത് കണ്ടുപിടിക്കില്ല. ആജീവനാന്തം ഈ വീട്ടിൽ ഒരു ജാരന്റെ ജോലി ചെയ്ത് ഒരു അവിഹിത ബന്ധത്തിന്റെ സാക്ഷിയായി, അതിന്റെ ഇരയായി ജോസഫ് ആജീവനാന്തം ആ വീട്ടിൽ അടിമയായിട്ട് കഴിയും. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ മരണം വരെ അടിമ. ഇതാണ് ജോസഫിന്റെ പോസിബിലിറ്റി. ഈ പാവത്തിൽ ഇയാൾ വീണുപോയാൽ ഇയാളുടെ രണ്ട് സാധ്യത, ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ മരണം വരെ അടിമ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പലരുടെ അവസ്ഥ ഇപ്പൊ അതാണ്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ മരണം വരെ അടിമ. ചുറ്റി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ എത്തുന്നില്ല. ഇതാണ് ഈജിപ്തിൽ നിന്നും യാത്ര തിരിച്ച ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. ഈജിപ്തിൽ നിന്ന് അവർ യാത്ര തിരിച്ചു. 38 കൊല്ലം എടുത്തു മൊവാബിലെത്താൻ. അവിടുന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് കാനാൻ ദേശത്ത് 40 കൊല്ലം എടുത്തു. അപ്പൊ ഈ 40 വർഷം ഈ യാത്ര നീണ്ടതിന്റെ കാരണം എന്താണ്? അതിന്റെ ആ കാരണങ്ങളാണ് സംഖ്യയുടെ പുസ്തകം പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നുകൂടെ എഴുന്നേറ്റ്. ഉറക്കമൊന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. സമ്മതിക്കില്ല. അതിന്റെ ഒരു വൈരാഗ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിപ്പോ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കിട്ടിയല്ലോ, നമ്മൾ പോകുന്ന വഴി ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കാരണങ്ങൾ കണ്ടെത്തിയാൽ മതി. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈസ് ക്ലിയർ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തണം. സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? പറയുന്നവർക്ക് ഇത് സമ്മാനം. സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥം തടസ്സം നിൽക്കുന്നവൻ. അതായത് നമ്മളിങ്ങനെ നടന്നു പോവാണ്. എനിക്കിത് ആ പൂവിന്റെ അടുത്ത് എത്തണം. ഞാനിങ്ങനെ ആയാസപ്പെട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫ്രണ്ടിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റോപ്പ്. ഞാൻ എന്തോരം തള്ളിയാലും മാറാത്ത ശക്തിയുള്ള 1,85,000 മനുഷ്യരെക്കാൾ ശക്തിയുള്ള സാത്താൻ, മലാഖ, പിശാചെല്ലാം ഒരേ കാറ്റഗറിയാണ്. ഇങ്ങനെ നിൽക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവവചനം പാലിക്കാതെ, ദൈവവചനം അനുസരിക്കാതെ പിശാച് മാറില്ല. Satan is a legalist. Satan is a legalist എന്ന് പറഞ്ഞാൽ സാത്താൻ എല്ലാ നിയമങ്ങളും അറിയാം. എല്ലാ വചനവും നമ്മളെക്കാളും നന്നായിട്ട് പിശാചിന് കാണാപ്പാട് അറിയാം. നമ്മൾ ഏതാണോ തെറ്റിച്ചത് ഇവൻ അറിയാം. അവൻ പറയും, നീ നിയമം തെറ്റിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഐ ഹാവ് എ ലീഗൽ റൈറ്റ് അപ്പോൺ യുവർ ലൈഫ്. ലീഗൽ റൈറ്റ് ഉണ്ട് നിന്റെ ജീവിതത്തിൽ. എനിക്കൊരു ലീഗൽ റൈറ്റ് ഉണ്ട്, കാരണം നീ നിയമം തെറ്റിച്ച ഇവിടെ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിശാചിന് ഒരു ലീഗൽ, നിയമപരമായ ഒരു അവകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, നമ്മൾ വചനം തെറ്റിച്ചാണ് നിൽക്കുന്നതെങ്കിൽ. അതുകൊണ്ട് നമ്മൾ വചനം അനുസരിക്കും തോറും ഈ സാത്താൻ മാറും. നിങ്ങൾ ഒരു വചനം അനുസരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞാൽ അത് നമ്മളാ. അതായത് ഇത് നമ്മളാണ്, ഇത് നമ്മൾ മലയാളികളാണിത്.
ഇവര് പറയാണ് എവിടെ ഇത് കേരളത്തിൽ ഞങ്ങൾ പാലായിൽ ഇതെല്ലാം കിട്ടിയിരുന്ന അന്നേരമാണ് ഞങ്ങളതിനെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഈജിപ്തിൽ വെള്ളരിക്കയും സവോളയും മത്സ്യവും ചുവന്നുള്ളിയും വെള്ളുള്ളിയും ഒക്കെ കിട്ടിയിരുന്ന കൂട്ടത്തിൽ മുറന്നെടുക അടിയുടെ കിട്ടിയിരുന്നു. അത് പറഞ്ഞിട്ടില്ല, അതാരും ഓർക്കത്തില്ല. അടി ഇഷ്ടം പോലെ കൊണ്ട സമയത്താണ് ഈ സവോള കിട്ടിയിരുന്നത്. ഇപ്പൊ അടിയില്ല, മന്നായേ ഉള്ളൂ, പക്ഷെ അടിയില്ല. അത് മറന്നുപോയി. അപ്പൊ ദൈവത്തിന്റെ കോപം ജ്വലിച്ചതിന് ഒരു കാരണമുണ്ട്. അതായത് ദൈവം എങ്ങനെയാണ് ഈ ജനത്തെ വഴി നടത്തിയതെന്ന് ഈ ജനം മറന്നു പോവുകയാണ്. ഈ ജനം ചിന്തിക്കുന്നില്ല ആ ജനത്തെ കർത്താവ് എങ്ങനെയാണ് അത്ഭുതകരമായിട്ട് വഴി നടത്തിയത്, അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചത്. 400 കൊല്ലം നീണ്ട അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ ദൈവം വീണ്ടെടുത്ത് കഴിയുമ്പോ ആ ജനത്തിന് അതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ സങ്കടം പറച്ചില്. ഞങ്ങൾ അവിടെ വെള്ളരിക്ക ഉണ്ടായിരുന്നു, മത്സ്യം ഉണ്ടായിരുന്നു, വെള്ളുള്ളി ഉണ്ടായിരുന്നു, ചുവന്നുള്ളി ഉണ്ടായിരുന്നു, സവോള ഉണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ മല്ല അല്ലാതൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാളുടെ സ്പിരിച്വാലിറ്റി അളക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്ന് ഇതാണ്. അതായത് ദൈവം തന്നതിനെ കുറിച്ചുള്ള തൃപ്തി ഉണ്ടോ. എപ്പോഴും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ അച്ഛനായിട്ട് ആദ്യത്തെ ബലിയർപ്പിക്കുകയാണ്. ആദ്യത്തെ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ അനുമോദന സമ്മേളനം ഉണ്ടല്ലോ. പുതിയ KSRTC ബസ് പോലാണ് മാലയിട്ട് സ്വീകരിക്കാം. പാലപ്പിണ്ടി വെച്ച് കെട്ടി പുതിയ KSRTC ബസ് വരുമ്പോ ഓസ്ട്രേലിയക്കാരെല്ലാം മറന്നുപോയല്ലോ. അതുപോലെ അച്ഛന്മാർക്ക് ആദ്യത്തെ ദിവസം നല്ല സ്വീകരണമാണ്. അങ്ങനെ ഈ സ്വീകരണം എല്ലാം മീറ്റിംഗ് എല്ലാവരും ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്നെ ഒരു നാട്ടിൽ നിന്നുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു അച്ഛൻ എനിക്കൊരു ഉപദേശം. ആ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മോനെ ഞങ്ങളൊക്കെ നിന്റെ മൂത്ത ചേട്ടന്മാരാണ്, ഞങ്ങൾ 2-3 പേര് ഈ ദേവാലയത്തിൽ നിന്നുണ്ട്. ദൈവം നിനക്ക് ചില കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പാണ് കർത്താവ് നിന്നെ വളർത്തും, ദൈവം നിന്നെ ഉയർത്തും. എനിക്കൊരു ചേട്ടനൊരു ഉപദേശം തരാനുണ്ട്. ദൈവം നിന്നെ എവിടെ എത്തിച്ചാലും വന്ന വഴി മറക്കരുത്. അന്ന് പല ആളുകൾ എന്നോട് ചോദിച്ചു, ആ അച്ഛനെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, നല്ല ഉപദേശമല്ലേ. 14 കൊല്ലം മുമ്പ് പറഞ്ഞൊരു ഉപദേശമല്ലേ. എന്റെ മനസ്സിൽ അത് അതുപോലെ തന്നെ കിടപ്പുണ്ട്. മോനെ, വന്ന വഴി മറന്നുപോയി. എപ്പോഴും ഓർത്തിരിക്കണം, നമ്മളെ എവിടെ നിന്നാണ് ദൈവം രക്ഷിച്ചത്, ഏത് അടിമത്തത്തിന്റെ കയത്തിൽ നിന്നാണ് കൈപിടിച്ചുയർത്തിയത്, ഏത് കണ്ണീരിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, ദാനങ്ങൾ ഇവ മറന്നുപോകാൻ പാടില്ല. ഞാനിത് വിശദീകരിക്കുമ്പോൾ അവസാനിച്ചിട്ടില്ല. നമുക്ക് ഒന്നാമത്തെ കാര്യം പ്രഭാതത്തിൽ ജീവിതത്തിൽ പ്രതിരോധം, കുറ്റപ്പെടുത്തൽ, വഴി പറയൽ, പരാതി പറയൽ ഇതുണ്ടെങ്കിൽ ഇന്ന് അർപ്പിക്കുന്ന ബലിയിൽ മാപ്പ് ചോദിക്കണം. വലിയ വിടുതൽ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് ബലിയർപ്പിക്കുന്ന സമയത്ത് ഹൃദയം തുറന്ന് കർത്താവിനോട് മാപ്പ് ചോദിക്കണം. ദൈവമേ, പരാതിപ്പെട്ട എല്ലാ സന്ദർഭങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിക്കണം. പരാതി പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കണം. 38 കൊല്ലം, ഒന്നും രണ്ടുമല്ല, 38 കൊല്ലം ഈ ജനത അലഞ്ഞു നടന്നതിന്റെ കാരണം ഈ പരാതി പറയലും സങ്കടം പറച്ചിലായിരുന്നു. ഇഷ്ടം പോലെ മുറിയുണ്ട് ഇവിടെ കിടന്നോ. അപ്പൊ അയാൾ പറഞ്ഞില്ല, ഞാൻ പോവാ, ഞാൻ കടത്തിനെ കിടന്നോളാം. ഞാൻ പറഞ്ഞു, വേണ്ട ഏട്ടാ, ഇവിടെ കിടക്ക്. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത് പള്ളിയാണ്, പള്ളിമുറ്റമാണ്. ഞാൻ ഈ രാത്രിയിൽ എഴുന്നേറ്റ് അവിടെ ഇവിടേക്ക് മൂത്രം ഒഴിക്കും, ഞാൻ ഇവിടേക്ക് വൃത്തികേടാക്കും അച്ഛാ, അതുകൊണ്ട് ഞാൻ കടത്തിനെ കിടന്നോളാം. ഞാൻ ഈ രാമേന്ദ്രൻ ഇതിനെ പറയുന്നറിയാമോ? ഇയാള് അത് കഴിഞ്ഞിട്ട് പോയി പള്ളിയിലെ തിരുനാൾ വന്നപ്പോൾ ഞാൻ രാമേന്ദ്രനെ പ്രത്യേകം വിളിച്ചു വരുത്തി, സമ്മാനമൊക്കെ കൊടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും, വലിയ സ്നേഹമാണ്. ഞാൻ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോയി. അതായത് 120 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോയി. ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ വാതിക്കൽ ആരോ തട്ടുന്നു. കഥോട് നോക്കുമ്പോൾ സാക്ഷാൽ രാമചന്ദ്രൻ മുറ്റത്തിൻ്റെയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എങ്ങനെ എത്തിപ്പെട്ടു ഇവിടെ? അപ്പൊ അതേ പറഞ്ഞ്, ഞാനങ്ങ് പഞ്ചാബ് വരെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നല്ലേ തിരുവനന്തപുരം. ഈ മനുഷ്യൻ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നതാണ്, ഇവിടെ എത്തിയിരിക്കാം. എന്നിട്ട് ഇയാള് ഒരു പൊതി, എനിക്ക് വിൽസനച്ചനും ഞാനും ഉണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പൊതി തന്നു.
എന്താ ഇത്? ഇത് പരിപ്പോടെയാണ്. ഇത് എവിടുന്നാ? ഞാൻ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്ന് ഒരു കട കണ്ടുപിടിച്ച് അവിടുന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അച്ഛൻ കഴിച്ചേ പരിപ്പോട. ഉത്സവത്തിനിരുന്ന് കരഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഈ കണ്ണ് കാണാത്ത മനുഷ്യന് കണ്ണ് കാണത്തില്ലെന്നാരാ പറഞ്ഞേ? ഇയാൾക്ക് കണ്ണ് കാണത്തില്ലെന്നാരാ പറഞ്ഞേ? ഉത്സവത്തെ അയാളോട് ചോദിച്ചു. അപ്പൊ ഈ ബാഗിൽ സഞ്ചിക്കാത്ത ഓരോന്നിങ്ങനെ എടുക്കണം. അപ്പൊ ഒരു പാസ്ബുക്ക് ഞങ്ങൾ എടുത്തു നോക്കി. അതിനകത്ത് 16 രൂപ എങ്ങാണ്ടുണ്ട് അക്കൗണ്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഷ്ടംപോലെ കാശാണല്ലോ പാസ്ബുക്കില്. അപ്പൊ അയാൾ പറഞ്ഞു, കളിയാക്കൊന്നും വേണ്ട, പാസ്ബുക്കിലൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്റെ നിക്ഷേപം ബാങ്കിലല്ല മേളിലാന്ന് പറഞ്ഞു. എന്റെ നിക്ഷേപം ബാങ്കിലല്ല മേളിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്തനംതിട്ട ജില്ലയിൽ എവിടെയെങ്കിലും ഞാൻ കൺവെൻഷൻ ചെന്നാൽ രാമേന്ദ്രൻ വരും. എന്നിട്ട് രാജിവെച്ചാ ഉറക്കെ വിളിക്കും. നിങ്ങൾ യൂട്യൂബിൽ ലൈവിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ? ഞാൻ രാമേന്ദ്രൻ മിണ്ടരുത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അന്ധനാണ്, കുറ്റക്കാരനാണ്, അപ്പനും അമ്മയില്ല, സഹോദരങ്ങളില്ല, ഒറ്റത്തടിയാണ്, ഭാര്യയില്ല, മക്കളില്ല. പക്ഷെ ഒരു പെറുപെറുപ്പ് രാമേന്ദ്രന്റെ വായിൽ നിന്ന് വരില്ല. സത്യ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ സുവിശേഷം കേട്ടിട്ട് എന്നാ പെണ്ണാക്കാൻ ഉണ്ടായി? ഒരു പെറുപെറുക്കുന്ന വാക്ക് രാമചന്ദ്രന്റെ വായിൽ നിന്ന് വരില്ല. നോ ഗ്രംബിളിംഗ്. എല്ലാത്തിനെ കുറിച്ച് സന്തോഷം, എല്ലാത്തിനെ കുറിച്ചും ദൈവത്തിന് നന്ദി. ഇത്രയൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്നെ ഒരു പട്ടിയും കടിക്കത്തില്ലെന്നാ പറയും. ഈ ജവമാല എടുത്ത് പിടിച്ചിട്ട് എന്നെ ഒരു പാമ്പും കൊത്തില്ലെന്റെ അച്ചോ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്തോരം ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയ ആളുകളാണ് നമ്മുടെ. പരാതി തീർന്നിട്ടുണ്ടോ? പരിഭവം തീർന്നിട്ടുണ്ടോ? ഈ മുറുമുറുപ്പും പെറുപെറുപ്പും അവസാനിച്ചിട്ടുണ്ടോ? ദൈവം ഇതിന് കണക്കില്ല. ഇതിന് ശുദ്ധീകരണ സ്ഥലത്ത് തീയുണ്ട്, അത് ഉറപ്പാണ്. കാരണം തന്ന നന്മകൾക്ക്, ഔദാര്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് കണക്കില്ലാതിരിക്കെ നമ്മൾ വീണ്ടും 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 നിങ്ങൾ ആലോചിക്കുക. അതായത് ഞാൻ വളരെ ബോധപൂർവമാണ് തിരുവനന്തപുരത്തെ ധ്യാന കേന്ദ്രത്തിൽ ഒരു സാക്ഷ്യവും പറയിപ്പിക്കാത്തത് വളരെ ബോധപൂർവമാണ്. എന്നോട് കർത്താവ് താക്കീതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആളെ കൂട്ടുന്ന ഒരു പരിപാടിയും ചെയ്യരുത്, ഒന്നും ചെയ്തിട്ട് ബോധം. അതായത് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നാൽ രോഗം മാറുമെന്ന് പറഞ്ഞ ഒരാൾ അവിടെ വരാൻ പാടില്ല. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നാൽ എനിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞ ആരും അവിടെ വരാൻ പാടില്ല. എന്നാൽ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നാൽ എനിക്ക് വചനം കിട്ടും, എനിക്ക് കർത്താവിനെ കിട്ടും എന്ന് ആർക്കെങ്കിലും തോന്നി അവർ വരട്ടെ, അല്ലാതെ ആരും വരാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തോരം ധ്യാനം കൂടി, എന്തോരം അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, എന്തുമാത്രം ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ നമ്മുടെ പരാതി തീർന്നിട്ടുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോ ഈ ധ്യാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കേക്ക് കാണുന്നതേ അപ്പുറത്ത് അങ്ങോട്ട് ചെന്ന് 5 മിനിറ്റ് ഇരുന്നാൽ മതി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2 പേര് പോലും കാണില്ല, നിങ്ങളെല്ലാം എടുക്കും. എനിക്ക് ഉറപ്പാണ് അത് നിങ്ങൾ എന്നോട് സ്നേഹം കൊണ്ട് വന്നൊന്നുമല്ല, വേറെ ധ്യാനം ഇല്ലാത്തോണ്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. മനസ്സിലായില്ല? കാര്യങ്ങൾ നടക്കുന്ന മറ്റ് സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എന്നാ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്തേക്കാന്ന് വിചാരിച്ചു വന്നതേ ഉള്ളൂ. എന്റെ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ വന്ന പലരും പിന്നെ വന്നിട്ടേ ഇല്ല. കാരണം അവർക്ക് മനസ്സിലായി ഇത് ഇവിടെ പരിപാടി നടക്കത്തില്ല, ചുമ്മാ ഈ വചനമൊക്കെ കേൾക്കാനേ ഉള്ളൂ, കാര്യം നടക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ വന്നിട്ടേ ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ക്രിറ്റിസിസമാണ്, കുറ്റപ്പെടുത്തലാണ്, തുറന്ന കുറ്റപ്പെടുത്തലാണ്. നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തേണ്ട കാലം കഴിഞ്ഞു. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ തേടുന്നത്? നമുക്ക് എന്താ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കർത്താവ് വിശ്വസിക്കുക നിങ്ങളുടെ തലവേദന മാറ്റും എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ തലവേദന മാറിയവന് അത് സുവിശേഷം അല്ല. കർത്താവ് വിശ്വസിക്കുക നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റും എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷം